റോയ്ചായ, വിഴിഞ്ഞം എന്നത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇതിലൂടെ വലിയ വികസന കുതിപ്പെന്നൊക്കെയാണ് പിണറായി സർക്കാർ പറഞ്ഞത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ അനുബന്ധമായ ഒരു വികസനവും നമുക്കിവിടെ ദൃശ്യമാകുന്നില്ല. ഒരു കണ്ടെയ്നർ വരുന്നു, കണ്ടെയ്നർ ഇറക്കുന്നു, കയറ്റുന്നു, ഈ ഒരു പരിപാടി അല്ലാതെ മറ്റ് വികസനമൊന്നും വന്നിട്ടില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? ഇതൊരു ക്ലാസിക് കേസാണ്. കേരളത്തിലെ ഈ വികസന മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ കാര്യമായ എന്ത് വികസനം നടന്നു, അല്ലെങ്കിൽ ഒരു വൻകിട പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് CPM സർക്കാരിൻ്റെ ഈ പ്രോഗ്രസ് കാർഡ് എടുത്തു നോക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായിരുന്നു വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സങ്കല്പം എന്തായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വസ്തു ഇതിനായിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത്, ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളുമായിട്ട് നടന്ന സമയത്ത് പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി, പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇത് അന്ന് 5000 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഭാവനം ചെയ്ത്. അന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞ 6000 കോടി രൂപയുടെ കടൽ കൊള്ളയാണ് ഇതിൻ്റെ പേരിൽ ഭൂമി ഇടപാട് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ മുകിലുണ്ടാക്കി. അതിനുശേഷം 2016 പിണറായി വിജയന്റെ സർക്കാർ വരുന്നു. ഈ പദ്ധതി തുടരാൻ തീരുമാനിക്കുന്നു, ഇല്ലേ? അതിൻ്റെ 2 ഘട്ടങ്ങളിലായിട്ട് നടക്കേണ്ട പ്രോസസ്സുകൾ ഈ 10 വർഷം കൊണ്ട് ആണ് ഏതാണ്ടൊക്കെ പൂർത്തിയായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും റെയിൽവേക്കുള്ള 10 കിലോമീറ്റർ റെയിൽവേക്കുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള പദ്ധതി ഒന്നും എത്തിയിട്ടില്ല. അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള റോഡ് നിർമ്മാണം പദ്ധതി പരിപാടി കിടക്കുകയാണ്. അതിനേക്കാട്ടിൽ ഭീകരമായ സംഭവം ഈ പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് വ്യവസായങ്ങൾ വളർന്നു വരുന്ന പതിവാണ്. ഇപ്പം നമ്മൾ തൂത്തുക്കുടിയിലോട്ട് പോയി നോക്കിയാൽ അറിയാം. തൂത്തുക്കുടി പോർട്ടിനോട് ചേർന്ന് നിരവധി വ്യവസായങ്ങളും അനുബന്ധ വ്യവസായങ്ങളും ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ വർഷം 10 ആയിട്ടും ഇതിനു വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. സർക്കാരിൻ്റെ അജണ്ടയിൽ ഇതൊന്നും വരുന്ന പോലുമില്ല. അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത നിറവേറ്റാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ വരുന്നത്. നമ്മൾ ഈ സർക്കാരിൻ്റെ അവസാന ദിവസങ്ങളിൽ ബജറ്റ് പാസ്സാക്കിയ സമയത്ത് ബജറ്റിനകത്ത് എഴുതി വെച്ചിരിക്കും. ബജറ്റിനകത്ത് എന്ത് വേണേലും എഴുതി വെക്കാം. അത് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് അനുബന്ധമായി കിൻഫ്ര ഏറ്റെടുക്കുന്ന 50 ഏക്കർ ഭൂമിയിൽ 1000 കോടിയുടെ നിക്ഷേപ പദ്ധതി കൊണ്ടുവരുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1000 കോടി പോയിട്ട് 10 കോടി രൂപയുടെ പദ്ധതി പോലും ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇങ്ങനെ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തി PR ഏജൻസിയെ കൊണ്ട് നാടുനീളെ ഇതൊക്കെ പറച്ചിലും ഫ്ലക്സ് വെക്കലും പത്രത്തിൽ പരസ്യം കൊടുക്കലും അല്ലാതെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളിൽ സജീവമായി വരുന്ന വാർത്തയാണ് ഈ അനുബന്ധ വ്യവസായങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1500 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായിരുന്നത്. അല്ലെങ്കിൽ സാധാരണഗതി സർക്കാരിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന കിൻഫ്രയാണ്. ആ കിൻഫ്രയെ ചുമതലപ്പെടുത്തി 1.5-2 വർഷം മുമ്പ് കിൻഫ്രയെ ചുമതലപ്പെടുത്തിയാണ് ഇതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ. പക്ഷെ ആ ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതികൾ എങ്ങും എത്തിയിട്ടില്ല. അപ്പം ഇനി ഏത് കാലത്ത് നടക്കാനാ? സമയം പോവുകയാണ്. ഇവിടെ ആകെ ഇപ്പം ശ്രീജിത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ കപ്പൽ വരുന്നു, കണ്ടെയ്നർ ഇറക്കി വരുന്നു, തിരിച്ച് കണ്ടെയ്നർ കയറ്റുന്നു. ഈ പണിയല്ലാതെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. അല്ല, ഈ വിഴിഞ്ഞം തുറമുഖം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കേരളത്തിനോ മലയാളികൾക്കോ ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും നാളായിട്ട്. കാരണം അതെങ്ങനെയാണ്? കപ്പൽ വരുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ഗുണം ഉണ്ടാവണമെന്നില്ല. കപ്പൽ വരുന്നത് മാത്രമല്ലല്ലോ, ഒരു പോർട്ടിനോട് ചേർന്ന് മറ്റു വ്യവസായങ്ങൾ വരുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ വരുന്നു. അപ്പോഴാണ് ആ പ്രദേശത്തിന് വികസനം ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല. കാരണം ഈ സർക്കാരിന്റെ ഈ അജണ്ടയിൽ ഇതൊന്നുമില്ല. സർക്കാർ ഈ പദ്ധതികളൊന്നും തന്നെ കാര്യമാത്രം പ്രസക്തമായി നടപ്പാക്കാൻ ഈ സർക്കാരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അദാനിയെ കണ്ടെത്തി ഭൂമി ഏറ്റെടുത്ത് ആ പ്രോജക്റ്റുകൾ തുടങ്ങാൻ വേണ്ടി മാത്രമുള്ള കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പോർട്ട് തുടങ്ങുന്നതിന് ആവശ്യമായ പണികൾ മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അതിനുശേഷം വന്ന ഈ 10 വർഷം കൊണ്ട് അതിന്റെ പൂർണ്ണതയിൽ എത്തേണ്ട ഒരു കാലത്താണ് നിൽക്കുന്നത്. അനുബന്ധ വ്യവസായങ്ങൾ വരുന്നു, അങ്ങനെയുള്ള ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ 10ാമത്തെ വർഷമായിട്ടും ഈ അനുബന്ധ വ്യവസായങ്ങൾ വന്നിട്ടില്ല എന്നുള്ള ചർച്ച വരാൻ തന്നെ കാര്യം. 1000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാമെന്നാണ്
പറഞ്ഞിരുന്നത്. യു എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, 2 കമ്പനികൾ ഉണ്ടായിരുന്നു. 5000 കോടിയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത UAE ഗ്രൂപ്പ് ഭൂമി വാങ്ങാനുള്ള ശ്രമം വിജയിക്കത്തിനാൽ കേരളം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ഈ കഴിഞ്ഞ ഈ വികസനം എന്ന് പറയുന്ന ഈ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് വസ്തുതയില്ല എന്ന് ജനം പറയുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. അല്ല, ഇപ്പം നമ്മൾ കേരളം ഭൂമി ഏറ്റെടുക്കുന്നതിലെല്ലാം പരാജയപ്പെടുമ്പോൾ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ തമിഴ്നാട് അവിടെ റെഡിയാണ്. ഇത്രയും വസ്തുക്കളെല്ലാം കൊടുക്കാനും ഇതിന്റെ അനുബന്ധമായ വികസനങ്ങൾ ഇവിടുന്ന് 50-100 കിലോമീറ്റർ അപ്പുറത്താണ് തമിഴ്നാടിന്റെ വിശാലമായ സ്ഥലം കിടക്കുകയാണ്. ഞാൻ പറഞ്ഞേ, ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ഒരു കാര്യം നടത്തിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ, മെട്രോ, കൊച്ചി മെട്രോ, വിഴിഞ്ഞം പ്രോജക്റ്റ്, കണ്ണൂർ എയർപോർട്ട്, ഇതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ മന്ത്രിസഭയുടെ ആർജവം കൊണ്ട് മാത്രമാണ് ഈ പദ്ധതികളൊക്കെ നടന്നത്. ഇപ്പൊ തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് അന്നത്തെ പ്രതിപക്ഷം ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള പുകിലുകൾ എന്തെല്ലാമാണ്. കൊച്ചി മെട്രോയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾ, കണ്ണൂർ എയർപോർട്ടിനെതിരെ നടത്തിയ, റൺവേക്ക് നീളം കുറവാണെന്ന് പറഞ്ഞ് മാസങ്ങളോളം ദിവസങ്ങളോളം അവിടെ സമരം നടത്തിയ, എന്നിട്ട് ഇവര് വന്നിട്ട് ഒരു തുണ്ട് ഭൂമി കണ്ണൂർ എയർപോർട്ടിന് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം പകുതിയാകുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്നത്. അതിനുശേഷം ബാക്കിയുള്ള മറ്റ് ഘട്ടങ്ങളെല്ലാം പകുതി വഴിയിൽ കിടക്കുകയാണ്, ഒന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പൊ കാക്കനാടേക്കുള്ള പദ്ധതി തന്നെ പകുതി വഴി കിടക്കുക. സമാനമായ സ്ഥിതിയാണ് ഈ പറഞ്ഞു വരുമ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത്. ഇപ്പൊ ഈ 2 കമ്പനികൾ ഇവിടുന്ന് UAE ഗ്രൂപ്പും മറ്റൊരു കമ്പനിയും അവർ വിട്ടുപോകാനായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഈ തുറമുഖത്തിന്റെ ഒരു 20-30 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂമി കിട്ടിയെങ്കിൽ മാത്രമേ അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ റെയിൽവേ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. റെയിൽവേക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ പദ്ധതി ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. അതിനോട് ചേർന്ന അനുബന്ധ റോഡുകൾ വികസിപ്പിക്കാൻ അതും എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ഈ സർക്കാർ എന്തുമാണ് ഈ വികസനത്തിന്റെ ഭാഗമായി നടപ്പാക്കി എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ കപ്പലിന്റെ മുമ്പിൽ ചെന്ന് മുഖ്യമന്ത്രി സംഘവും ഫോട്ടോ എടുത്തു, കൊച്ചുമകനെയും കൂട്ടി പോയി പോർട്ട് എങ്ങനെയാണെന്ന് കണ്ടു. ഇതൊക്കെ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അല്ല, അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ലല്ലോ. ആ പോർട്ട് അവിടെ ഉണ്ടായി, അത് അദാനിയുടെ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് അത് പോർട്ട് വന്നുകൊണ്ട് മാത്രമായില്ലല്ലോ. ഈ ഒരു നാട് വികസിക്കണമെങ്കിൽ അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, ഇല്ലേ? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന UAE കമ്പനിക്ക് ഇവിടെ ഒന്ന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ. ഒരു വിദേശ കമ്പനിക്ക് ഇവിടെ ഒന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഒരുപാട് നൂലാമാലകൾ. അപ്പൊ അതിന് വേണ്ടി ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കേണ്ട സ്ഥാപനമാണ് കിൻഫ്ര. എന്തുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. സർക്കാർ ഒന്നിൽ പണം കൊടുത്താണ് ഈ ഭൂമി ഏറ്റെടുക്കൽ. ആ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കമ്പനികൾ വിട്ടുപോകുമെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഒന്ന്, ഇതിനോട് ഈ മറ്റൊരാൾ ചെയ്തു വെച്ച് പോയ വികസനത്തിന്റെ നേട്ടം കൊയ്യുക എന്നുള്ള, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടി പത്രത്തിൽ പരസ്യം കൊടുത്ത് ഞങ്ങളാണ് വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന വായ്ത്താരി മുഴക്കാനല്ലാതെ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള തെളിവാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 10 വർഷത്തിനിടയിൽ ഈ അനുബന്ധ വ്യവസായങ്ങൾ വരാതെ പോയതിന് എന്താണ് കാരണം? പ്രതിപക്ഷത്തിന്റെ സമരം ഉണ്ടായോ? തൊഴിലാളി സംഘടനകളുടെ സമരം ഉണ്ടായോ? അല്ലെ നാട്ടുകാരുടെ സമരം ഉണ്ടായോ? വസ്തു ഏറ്റെടുക്കരുത്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അദാനിയുമായി ഏറ്റവും അടുപ്പമുള്ളതാണ് കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കിട്ടിയില്ല എന്നുള്ള പതിവ് വായ്ത്താരി മുഴക്കാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനൊന്നും ഒരു തരത്തിലും കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയി. ഇത്രയും ദിവസമായിട്ടും ഇതേക്കുറിച്ച് ഇവിടുത്തെ വ്യവസായ മന്ത്രിയോ, ഇവിടെ 1 ലക്ഷം കോടിയുടെ വ്യവസായം വന്നു എന്നാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള വ്യവസായങ്ങൾ ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ്. മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ ഈ വിഴിഞ്ഞത്ത് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും ഇതിപ്പോ ചർച്ചയാവാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കേരളം മുഴുവൻ ചർച്ചയാവേണ്ട ഒരു വിഷയമായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 10 പൈസ നടന്നിട്ടില്ല. എല്ലാ തവണയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തോമസ് ഐസക്കിന്റെ കാലത്ത് ഓരോ തീരദേശ പദ്ധതി, ഹൈറേഞ്ച് പദ്ധതി, കുട്ടനാട് പദ്ധതി എന്നൊക്കെ പദ്ധതികൾ കോടികളുടെ പ്രഖ്യാപിച്ചിട്ടും ഒന്നും നടപ്പിലാകുന്നില്ല. അതേപോലൊരു ഏർപ്പാടാണ് സർക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1000 കോടിയുടെ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു, ഒന്നും നടന്നിട്ടില്ല.